നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ആശിച്ചു പണിത വീട് വിൽക്കേണ്ടി വരികയും അത് വാങ്ങിയവർ പൊളിക്കുന്നത് കാണേണ്ടി വരികയും ചെയ്ത ദുഃഖം പങ്കുവച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയത്. തിരുവനന്തപുരത്ത് ഭാഗ്യലക്ഷ്മി നിർമ്മിച്ച സ്വരം എന്ന വീടിന്റെ 2 കാലഘട്ടത്തിലെ അവസ്ഥകൾ ആരാധകരുമായി പങ്കുവച്ചുകൊണ്ടാണ് ആ വീടിന്റെ കഥ ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ആ വീട് പണിയാൻ എടുക്കേണ്ടി വന്ന അധ്വാനവും ഒടുവിൽ മോഹിച്ചു പണിത വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു. സ്നേഹവും സമാധാനവും ഇല്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത്, ഉപേക്ഷിക്കണം, അതെത്ര വിലപിടിപ്പുള്ളതായാലും എന്നാണ് വീട് വിട്ടതിനെ പറ്റി ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. വീട് പണിത് ഗൃഹപ്രവേശനം നടത്തുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ വീട് പൊളിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയും ഭാഗ്യലക്ഷ്മി പങ്കുവച്ചു. 1985 തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ ഒരു ഒറ്റ മുറിയിലേക്കായിരുന്നു ഞാൻ കയറി ചെന്നത്. അന്ന് മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട്. അങ്ങനെ എൻ്റെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് ഞാനൊരു വീട് പണി തുടങ്ങി. സ്വരം എന്ന പേരുമിട്ടു. ആ വീട്ടിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ ഞാൻ അധികകാലം താമസിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരുന്നു. 2000 ഞാൻ അവിടെ നിന്നും പടിയിറങ്ങി. പിന്നീട് 2020 വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്കും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. വീട് സ്വന്തമാക്കിയ ആൾ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എവിടെ ഒരു വിങ്ങൽ പോലെ. അങ്ങനെ സ്വരം കൊണ്ട് പണിത ഈ വീട് നിലം പതിച്ചിരിക്കുന്നു. കിളി കൂട് കൂട്ടുന്നത് പോലെയാണ് അന്ന് ഞാൻ ഈ വീട് വെച്ചത്. മദ്രാസിലേക്ക് പറന്നുപോയി ഓരോ ചുള്ളിക്കമ്പ് കൊത്തിക്കൊണ്ടുവരും പോലെ പണവും കൊണ്ടുവരും. വീണ്ടും പോകും വരും. ഒടുവിൽ താമസമായപ്പോഴോ സമാധാനമില്ല. പിന്നെ ഒട്ടും ആലോചിച്ചില്ല. സ്നേഹമില്ലാത്തിടത്ത്, സമാധാനമില്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത്, ഉപേക്ഷിക്കണം. അതെത്ര വിലപിടിപ്പുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് സന്തോഷം തരുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. 10ാം വയസ്സ് മുതൽ ഡബ്ബിംഗ് രംഗത്ത് സജീവമാണ് ഭാഗ്യലക്ഷ്മി. 1975 പുറത്തിറങ്ങിയ അപരാധി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ശബ്ദം നൽകിയത്. ഏതാനും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അഭിനയം തന്റെ പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ ഭാഗ്യലക്ഷ്മി പിന്നീട് ഡബ്ബിംഗ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന ചിത്രത്തിലെ ഡബ്ബിങ്ങോടെ തിരക്കുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അവർ മാറി. 1991 ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് സംസ്ഥാന സർക്കാർ അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ ആദ്യ പുരസ്കാരം ഭാഗ്യലക്ഷ്മിയെ തേടിയെത്തി. അതിനുശേഷം 3 തവണ കൂടി ഭാഗ്യലക്ഷ്മി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് നേടി. ഭാഗ്യലക്ഷ്മിക്ക് നിതിൻ, സച്ചിൻ എന്നീ 2 മക്കളാണ് ഉള്ളത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.